നമസ്കാരം. മഴ പെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അതാണിങ്ങനെ ടിക് ടിക് എന്ന് കേൾക്കുന്നത് കേട്ടോ. രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായില്ല. നമ്മളിങ്ങനെ മരണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് വരുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരില്ലേ? ആ ഒരവസ്ഥയിലൂടെ ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കണം. എന്തു പറയണം ഏതു പറയണം എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഒന്നല്ല രണ്ടല്ല, ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് എൻ്റെ ഭർത്താവായ ഷിബു ജോർജ് കൊല്ലാൻ നോക്കുന്നത്. 2024 എന്താ പറയുക, ഏപ്രിൽ 5-ാം തീയതി ഹോസ്പിറ്റലിൽ കള്ളത്തരമൊക്കെ പറഞ്ഞ് ഞാൻ അയാളെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ കുറേ എന്താ പറയുക, ആളുടെ കുറേ കൂട്ടുകാരെയൊക്കെ ആയിട്ട് വന്ന് ഇറക്കി വിടാനൊക്കെ നോക്കിയപ്പോൾ അന്ന് എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം നവംബർ 24-ാം തീയതി വാക്കത്തിയും വടിവാളൊക്കെ ആയിട്ട് കുറേ പേരെയൊക്കെ കൊണ്ടുവന്നു ഇവിടെ വാതിലൊക്കെ ജനലൊക്കെ വെട്ടിപ്പൊളിക്കുന്നു. പിന്നെ കുറേ യൂട്യൂബുകാരെ കൊണ്ട് ഞാനാണ് അതൊക്കെ ചെയ്തത്, എന്താ പറയുക, അയാളെ സഹായിക്കാൻ വന്ന കുറേ പേരെ ഞാൻ പെപ്പർ സ്പ്രേ അടിച്ചു, ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, അങ്ങനെയും കുറേ ഡ്രാമ അയാൾ കളിച്ചിട്ട് പോയി. പിന്നെ ഇപ്പോൾ അറിയുന്നു, ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് ഒരു പത്രം കൊണ്ടുവന്ന് തന്നപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. എന്നെ കൊല്ലാൻ നോക്കി അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ പത്രത്തിൽ കണ്ട ചെറുക്കനെ ഞാൻ ദിവസവും ചേർപ്പ് KCBയുടെ അതിലൂടെ ടൈലറിംഗ് ഷോപ്പിൽ പോകുമ്പോൾ ഞാൻ കാണാറുണ്ട്. ഒരു ദിവസം ഞാൻ ബസ് കയറാൻ നിന്നപ്പോൾ ഈ ചെറുക്കൻ എൻ്റെ പുറകെ ബസ്സിൽ കയറുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ ആ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോൾ വേറൊരു ബസ് പോയപ്പോൾ ഈ ചെറുക്കൻ ബസ്സിൽ കയറുന്നില്ല, അവിടെ ഇരിക്കുന്നു. തലയിലൊരു കറുത്ത കെട്ടൊക്കെ കെട്ടിയിട്ട്, അങ്ങനെ കറുത്ത ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട്. ഒരു 19 വയസ്സ് ഇപ്പോൾ കണ്ടപ്പോൾ ഇപ്പോൾ എൻ്റെ മകൻ്റെ പ്രായമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്താ പറയുക, എനിക്ക് കരയണോ അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് ചിരിക്കണോ എന്നുള്ളൊരിത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭർത്താവ് കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തേക്കണു. അല്ല, ഈ വീൽ ചെയറിലിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ, ഈ വ്യക്തിക്ക് കൊട്ടേഷൻ കൊടുക്കാനൊക്കെ പൈസ എവിടുന്ന? ഞാൻ അതൊക്കെയാണ് ഇങ്ങനെ ചിന്തിച്ചത്. പിന്നെ അത് മാത്രമല്ല, ആള് താമസിക്കുന്നത് തൃശ്ശൂർ അത്താണിയിൽ പോപ്പോൾ മേഴ്സി ഹോം എന്ന സ്ഥാപനത്തിലാണ് പോയി താമസിച്ചിട്ടാണ് ഈ കോടതിനെ തെറ്റിദ്ധരിപ്പിച്ച് കേസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വേറൊരു അന്തേവാസിയാണ് ഈ ഒരു ചെറുക്കനും. അപ്പം ഈ ഒരു ഓർഫണേജിൽ ഇത് തന്നെയാണോ പരിപാടി? ഈ ഓർഫണേജിൽ നിന്നാണ് കഴിഞ്ഞ വർഷവും ആള് വന്ന് വാക്കത്തിയും വെട്ടുകത്തിയും ഒക്കെ ആയിട്ട് വന്ന് ഇവിടെ വെട്ടിപ്പൊളിക്കലും. ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ, ഇവിടെ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നതെല്ലാം കാണിച്ചു തരാം. ബ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ കിടപ്പുണ്ട് അതെല്ലാം. അപ്പം ഈ ഓർഫണേജിൽ ഇങ്ങനെയുള്ള ഗുണ്ടകളെ വളർത്തുന്ന സ്ഥലമാണോ അത്താണിയിലെ പോപ്പോൾ മേഴ്സി ഹോം? നമ്മൾ കേട്ടിരിക്കുന്നത് അത് നിരാലംബരായ കുറേ ഭിന്നശേഷിക്കാരെ സഹായിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഞാൻ കേട്ടിരിക്കണത്. ഷിബു ജോർജ് അവിടെ ചെന്ന് എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ എന്താ പറയുക, മദറിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കള്ളത്തരം പറഞ്ഞിട്ടാണ് ഷിബു ജോർജ് അവിടെ വന്നിരിക്കുന്നത്. വെറും ജസ്റ്റ് കുടുംബ പ്രശ്നമാണ്. ആള് ഇങ്ങനെ കുറേ സ്ത്രീകളെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റലും ഞാൻ പല കാര്യങ്ങളും കണ്ടുപിടിച്ചു, അതിൻ്റെ ഒരു ഇതിലാണ് ഭാര്യ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞു വന്നേക്കുന്നത്, നിങ്ങളത് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ മദർ എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്. അവനിവിടെ നിൽക്കുന്നതിന് നിനക്കെന്താന്ന് ഒരു കന്യാസ്ത്രീ ചോദിക്കുക. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, അയാൾക്കൊരു കൗൺസിലിംഗ് കൊടുത്തിട്ട് ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കരുത്, രണ്ടും രണ്ട് വഴിക്കാക്കരുത്, ഒന്നാക്കി നിങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി, അവനിവിടെ നിന്നാൽ നിനക്ക് എന്താ എന്നാണ് ചോദിച്ചത്.
അപ്പോൾ ഷിബു ജോർജിനെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ വിദേശത്തുനിന്ന് ഫണ്ട് കിട്ടാനോ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഈ ഒരു ഭിന്നശേഷിക്കാരന് കൊട്ടേഷൻ കൊടുക്കാനും ഒക്കെ ഫണ്ട് എവിടുന്നാ? അതെല്ലാം പോലീസ് അന്വേഷിക്കേണ്ട കാര്യങ്ങളാ. ഈ ഒരു ഭിന്നശേഷിക്ക് എന്തായാലും 500 രൂപ കൊടുത്താൽ ഒരാളെ കൊല്ലാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പെരുമ്പാവൂരുള്ള ജിഷ കൊലക്കേസിൽ ഇതേപോലെ തന്നെ ഒരാളെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിപ്പിച്ചതാണ്. അപ്പോൾ എന്നെ കൊല്ലാനും ഇങ്ങനെ പൈസ ഫണ്ട് വരണമെങ്കിൽ എവിടുന്നാണ് ഷിബു ജോർജിന് പൈസ വരുന്നത്? പിന്നെ ഈ ഒരു വീട് തട്ടിയെടുക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറയുന്നു. അതെങ്ങനെയാ? ഞാനിവിടെ വിവാഹം കഴിച്ചു വന്നതാ. ഷിബു ജോർജിനെ ഒരിക്കലും ഞാൻ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടില്ല. ഷിബു ജോർജ് തന്നെ കുറേ കൂട്ടുകാരെയും കൂട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോയി, ഇടയ്ക്ക് കയറി വരുന്നു, വന്ന് ഈ വക വെട്ടലും കുത്തലും കാണിക്കുന്നു, തിരിച്ചതേ ഓർഫണേജിലേക്ക് തിരിച്ചു പോകുന്നു. ഇത് തന്നെയാ പരിപാടി. അപ്പൊ ഈ ഓർഫണേജുകാർ ചെയ്യുന്ന പരിപാടി എന്താ? ഇങ്ങനെയുള്ള ഗുണ്ടകളെയൊക്കെ അവിടെ താമസിപ്പിച്ച് അവിടെ ഈ കൊട്ടേഷന്റെ പരിപാടികളൊക്കെ നടത്തി അവിടെയാണ് ഗൂഢാലോചനകൾ നടത്തുന്ന സ്ഥലം. അങ്ങനെയല്ലേ എനിക്ക് തോന്നുക. എൻ്റെ ഒരു സംശയം അതാണ്. ആ ഓർഫണേജിലാണ് ഈ പരിപാടികൾ മൊത്തവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പോലീസ് അന്വേഷിക്കണം. ഷിബു ജോർജിന്റെ മൊബൈല് ചെക്ക് ചെയ്യണം. ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയിൽ പങ്കെന്നുള്ളത്. ഇപ്പൊ ഷിബു ജോർജ് മരിച്ചു പോയാലും ഞാൻ മരിച്ചു പോയാലും ആർക്കൊക്കെയാണ് ഗുണമുള്ളത്? ഷിബു ജോർജിന്റെ അനിയനും പെങ്ങക്കും അളിയനും ഒക്കെ ഇവരും ഉണ്ടാവും ഈ കൂട്ടത്തിൽ കൊട്ടേഷൻ കൊടുക്കാൻ. ഞാനതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഈ ഷിബു ജോർജിന്റെ അനിയൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇവിടെ ഇട്ടിട്ട്. ഞാൻ പരാതി കൊടുക്കുമെന്ന് മനസ്സിലാക്കിയതിന്റെ പിറ്റേ ദിവസം അവൻ ഇവിടുന്ന് ലണ്ടനിലേക്ക് പോയ ആളാണ്. അപ്പോൾ ഇതിന്റെ പുറകിലല്ല പിന്നെ ഷിബു ജോർജിനെ ഞാൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഷിബു ജോർജിന് ഈ കള്ളത്തരം എല്ലാം പറഞ്ഞു കൊടുത്ത് ഇതാക്കാൻ ഷിബു ജോർജിന്റെ വക്കീല് കൂട്ടു നിൽക്കുന്നുണ്ടാവില്ലേ? ഷിബു ജോർജിന്റെ കുറെ കൂട്ടുകാർ കൂട്ടു നിൽക്കുന്നുണ്ടാവില്ലേ? ഇവരെല്ലാം ഗൂഢാലോചനയിൽ പങ്കുകാരാണ്. എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ഗൂഢാലോചനയിൽ പങ്കുകാരായിട്ടുണ്ട്. പിന്നെ 2025 24 എന്നെ ഇവിടെ ഉപദ്രവിക്കാൻ വന്ന കൂട്ടത്തിൽ റോഷൻ എന്ന് പറയുന്ന ചെറുക്കൻ ഉണ്ടായിരുന്നു. ഈ ചെറുപ്പിലുള്ളത് തന്നെ. ഈ തായംകുളങ്ങരയിൽ പൂക്കട നടത്തുന്ന സിജോ എന്ന് പറയുന്ന അവൻ. പിന്നെ എനിക്ക് കണ്ടാൽ മാത്രം മനസ്സിലാവുന്ന 3 പേര്. ഇവരെ ഒന്നും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. ഇവരെല്ലാം എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ വാക്കത്തിയായിട്ട് വന്ന വ്യക്തികളാണ്. ഇവരെല്ലാവരും ഈ ഗൂഢാലോചനയിൽ പങ്കുകാരാണ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഞാനിതെല്ലാം ആലോചിച്ചിട്ട് എന്തിനാണ് ഒരു സ്ത്രീയെ കൊന്നിട്ട് എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക്? ഈ ഷിബു ജോർജിനും ഷിബു ജോർജിന്റെ ആളുകൾക്കും എന്നെ കൊന്നിട്ട് എൻ്റെ കയ്യിൽ എന്താ ഉള്ളേ? നിങ്ങൾക്ക് മാന്യമായിട്ട് ഡിവോഴ്സാണ് വേണ്ടതെങ്കിൽ ഞാൻ മാന്യമായിട്ട് പേപ്പറിൽ ഒപ്പിട്ട് തരുമല്ലോ. അല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ കൊന്നിട്ട് എന്ത് കിട്ടും? ഒന്നും കിട്ടാനില്ല. ചിലപ്പോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഷിബു ജോർജിനെ കൊന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും. അല്ലാണ്ട് എന്നെ കൊന്നിട്ട് നിങ്ങൾക്കൊന്നും ലഭിക്കാനില്ല മിസ്റ്റർ ഷിബു ജോർജ്. ഇതേപോലെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇപ്പൊ തനിക്ക് ഇതെല്ലാം ഓതി തന്ന ആരെങ്കിലും തൻ്റെ കൂടെ ജയിലിൽ വന്ന് കിടക്കുന്നുണ്ടോ? തൻ്റെ അനിയനോ പെങ്ങളോ അളിയനോ തൻ്റെ വക്കീലോ തൻ്റെ കുറച്ച് കൂട്ടുകാരോ ആരെങ്കിലും കൂടെ വന്ന് ജയിലിൽ കിടക്കുന്നുണ്ടോ? അവരുടെ ആരെങ്കിലും ഫോട്ടോ പേപ്പറിൽ വന്നോ? ഇല്ല. താൻ എന്ത് വിഡ്ഢിയാടോ? താൻ എന്തായാലും ഒരു 2-3 വർഷം LLB പഠിച്ചതല്ലേ? തനിക്ക് കുറച്ച് ബോധമില്ലേ? എങ്ങനെ താൻ ഈ ചേർപ്പിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു? താൻ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഒരു വ്യക്തിയല്ലേ? കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ഒരു മനുഷ്യനെയാണ് ഞാൻ വിവാഹം കഴിച്ചതെന്നാണ് ഞാൻ ചിന്തിച്ചത്. തനിക്ക് എന്താ പറ്റിയേ? ആരെങ്കിലും തന്നെ തൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ?
ആരുടെയോ പൊട്ട ബുദ്ധി കേട്ട് താൻ അങ്ങ് ഇറങ്ങിപ്പോയി. എന്നിട്ട് കിടന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ എന്തുവാ? ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ? എല്ലാം നഷ്ടപ്പെട്ടത് തനിക്ക് മാത്രം. തൻ്റെ 2 വർഷം തനിക്ക് 50 വയസ്സാകാൻ പോവുക. താൻ എന്ത് വിഡ്ഢിത്തരായി കാണിച്ചുകൊണ്ടിരിക്കണേ? ഭാര്യയായ എന്നെ കൊന്നിട്ട് കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിട്ട് ജയിലിൽ പോയി താൻ കിടക്കുന്നു. ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്ന കുറേ ആരുണ്ട്. അവരെല്ലാവരും ദേ ഇപ്പം ഈ രാത്രിയിൽ സുഖമായിട്ട് വീട്ടിൽ ഭാര്യയായിട്ട് കിടന്നുറങ്ങുന്നു. താനോ കൊതുകടിയും കൊണ്ട് ഞാനൊന്നും പറയാനില്ല. ഇനിയെങ്കിലും താൻ നന്നാവൂന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ താൻ നന്നാവുന്ന വഴിയില്ല. ഞാൻ ഇനിയില്ല തൻ്റെ ജീവിതത്തിലേക്ക്. സത്യം പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനോടും മുഖ്യമന്ത്രി PD സതീശൻ സാറിനോടും ഭയങ്കര നന്ദിയുണ്ട്. എന്തിനാന്ന് വെച്ചാലേ, നിങ്ങളുടെ പാർട്ടി ആയിരുന്നിട്ട് പോലും ഈ ഒരു മനുഷ്യൻ ഈ ഒരു തെറ്റ് ചെയ്തപ്പോൾ അതിനൊരു ശിക്ഷ കൊടുക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സിന് വളരെയേറെ നന്ദിയുണ്ട്. ഞാൻ വിചാരിച്ചത് ഈ പാർട്ടി അങ്ങേരുടെ എൻ്റെ ഭർത്താവിൻ്റെ പാർട്ടിയാണല്ലോ, അപ്പോൾ ഈ പാർട്ടിയിൽ കയറിയ ആ മനുഷ്യനെ എന്ത് തെറ്റ് ചെയ്താലും സപ്പോർട്ട് ചെയ്യിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായിട്ടോ നിങ്ങൾ നല്ല ഭരണാധികാരികളാണ് എന്നുള്ളത്. പാർട്ടി നോക്കാണ്ട് മുഖം നോക്കാണ്ട് നിങ്ങൾ നല്ലൊരു എന്താ പറയുക ഭരണം കാഴ്ചവെക്കുന്നുണ്ടെന്ന് മനസ്സിലായതിൽ വളരെയേറെ നന്ദിയുണ്ട്. ചിലപ്പോൾ അയാൾ വിചാരിച്ചിട്ടുണ്ടാവും അയാളുടെ പാർട്ടിയാണല്ലോ കയറിയിരിക്കുന്നത്, അപ്പം അയാൾക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കിട്ടും. ഇപ്പം എന്നെ കൊന്നു കളഞ്ഞാലും ഞാൻ സ്വയം ആത്മഹത്യ ചെയ്തതാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തമിഴനെയോ ഹിന്ദിക്കാരനെയോ കുറച്ച് പൈസ കൊടുത്ത് കഞ്ചാവ് കൊടുത്തിട്ട് ആ ഒരു ലഹരിയുടെ പുറത്ത് എന്നെ കൊന്നതാന്ന് പറഞ്ഞാലും മതിയല്ലോ എന്നൊക്കെ അയാളും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ പോലീസ് ഇങ്ങനെ പിടിക്കുമെന്ന് ഷിബു ജോർജ് ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ടായില്ല. അതാണ് ഷിബു ജോർജ്. എനിക്ക് എൻ്റെ അമ്മ കൂട്ടിനുണ്ട്, എൻ്റെ ദൈവം കൂട്ടിനുണ്ട്, പിന്നെ സത്യം എന്നായാലും തെളിയും. 2 വർഷത്തോളമായി ഞാൻ ഈ വീട്ടിൽ കണ്ണീര് കുടിച്ച് ജീവിക്കുന്നു. താനെന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ഉപദ്രവിച്ചു. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചപ്പോൾ പോലും എനിക്ക് കരയാൻ മാത്രമേ പറ്റിയിരുന്നുള്ളൂ, എന്നെ കേൾക്കാൻ ആരും ഉണ്ടായില്ല. പക്ഷെ ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരാളെങ്കിൽ ഒരാൾ എന്നെ വിശ്വസിക്കാനായിട്ടുണ്ടായി. അതാണ് ദൈവം എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. സത്യം എന്നായാലും തെളിയും. ഇപ്പം താൻ തന്നെ ചെയ്തില്ലേ, സ്വന്തം ഭാര്യനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നു. ഇപ്പം തന്നെ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഭാര്യയെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭാര്യയും ഭർത്താവും കൂടി കുട്ടികളെ കൊല്ലുന്നു, പട്ടീനെയും പൂച്ചേനെയൊക്കെ അടിച്ച് കൊല്ലുന്നത് പോലെയാ മനുഷ്യരെ കൊല്ലുന്നത്. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇത് സാധിക്കുന്നത്? മനുഷ്യരായി ജീവിക്കുന്നവർക്ക് ഇതെന്തായാലും സാധിക്കില്ല ഇങ്ങനെയൊന്നും. താൻ എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞു പരത്തി ഞാൻ തന്നെ കൊല്ലാൻ നോക്കി എന്നുള്ളത്. സമൂഹത്തിൻ്റെ മുമ്പിൽ ഭർത്താവിനെ കൊല്ലാൻ നോക്കിയ സ്ത്രീയായിട്ട് എന്നെ എല്ലാവരും കാർക്കിച്ചു തുപ്പി. അതും ഞാൻ എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കൊടുത്തു, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇപ്പം സമൂഹത്തിൻ്റെ മുമ്പിൽ താൻ ഭാര്യയെ കൊല്ലാനായിട്ട് നോക്കിയൊരു വ്യക്തിയായി. അതാണ് വാളെടുത്തവൻ വാളാലേ എന്ന് പറഞ്ഞത് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് എത്രയോ സത്യമാണെന്ന് തെളിഞ്ഞു. ജീവിക്കുന്ന ദൈവമുണ്ട്. അത് ഷിബു ജോർജ് മനസ്സിലാക്കണം. വചനം സത്യമാണ്.